കൊല്ല കൊല്ലങ്ങ മുന്തിരിങ്ങ സാലി വാലി ഓടിവ കൊല്ല കൊല്ലങ്ങ മുന്തിരിങ്ങ സാലി വാലി ഓടിവ കൊല്ല കൊല്ലങ്ങ മുന്തിരിങ്ങ സാലി വാലി ഓടിവ. എന്റെ ദൈവം, എന്റെ ഭഗവാനെ, എന്റെ ചേട്ടന്റെ ശരീരത്ത് എന്റെ അനുവാദമില്ലാതെ കേറിയിരിക്കുന്ന ഏത് ബാധയാണെങ്കിലും ഒഴിഞ്ഞു പോണ എന്റെ ഭഗവാനെ. ഹലോ, നമസ്കാരം സ്വാമി. അയ്യോ, സ്വാമി പറയുന്ന പോലെ മഞ്ഞൾ വെള്ളവും തുമ്പപ്പൂവും എല്ലാം തളിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഫലവും കാണുന്നില്ല. ശരി 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 എന്നാ. എന്റെ ദൈവമേ, ഒരു സ്റ്റേഷൻ മൊത്തം നിന്ന് വിറപ്പിച്ചോണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ നിന്ന് വിറയ്ക്കുന്ന കണ്ടില്ലേ? ചേട്ടാ, പ്രഫുല്ല ചേട്ടാ, എന്താ എന്താന്ന്? ഇച്ചി മുള്ളണമെങ്കിൽ പോയി മുള്ളിട്ട് വാ, ചെല്ല്. ഒറ്റക്ക് പോവൂല, പേടിയാ. ദൈവമേ, സ്റ്റേഷനിൽ എത്ര കള്ളന്മാരെ ഒറ്റയടിക്ക് മുള്ളിച്ചിട്ടുള്ള മനുഷ്യനാ ഇപ്പൊ ഒറ്റയ്ക്ക് മുള്ളാൻ പോവാൻ വരെ പേടി. ഒരാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് മാറി മാറി ചോദിച്ചോണ്ടിരിക്കുക, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങൾക്ക് പറ്റിയത്, ഇനിയെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയ്. അത് പറയുമ്പോ തന്നെ പേടിയാവണം എനിക്ക്. പേടിക്കണ്ട പേടിക്കണ്ട, ഈ രമയോട് പറഞ്ഞ എന്താ കാര്യം ഒന്ന് പറ. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റേഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനൊരു 10-12 മണിയായപ്പോഴാണ് അവിടുന്ന് പോകുന്നത്. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു കള്ളനെ ഞാൻ കണ്ടു. കള്ളനെ കണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കള്ളനല്ലേ ചേട്ടനെ കണ്ട് പേടിക്കേണ്ടത്? കള്ളൻ എന്നെ കണ്ട് പേടിച്ച് ഓടി. വണ്ടി നിർത്തി അവന്റെ പിന്നാലെ ഞാൻ ഓടി. എന്നിട്ട് അങ്ങനെ ഞാൻ ഓടി 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 അവൻ ഓടി ഒരു മരക്കാരത്തുമ്പോ ചാടി കയറി. ചേട്ടന് തൊട്ടു പുറകെ ഞാനും കയറി. അവിടെ നിന്ന് എടുത്ത് ചാടി അവൻ പിന്നെ ഓടി. അങ്ങനെ ഓടി അവനൊരു മതിലെടുത്ത് ചാടി. ചേട്ടന് ചാടിയില്ലേ? തൊട്ടു പിന്നാലെ അവന്റെ പുറകെ ഞാൻ മതിലെടുത്ത് ചാടി. എന്നിട്ട് ദൈവമേ, മതില് ചാടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ചാണകക്കുഴിയിലാണോ വീണത്? അതൊക്കെ സിനിമയിലെ കോമഡി അല്ലേ. ഞാൻ ചെന്ന് വീണത് ഒരു ശ്മശാനത്തിലായിരുന്നടി. അയ്യോ, പ്രേതങ്ങളുടെ താഴ്വര ഒരു ശ്മശാനം. എന്റെ പൊന്നേ, ചേട്ടൻ പ്രേതത്തിനെ കണ്ട? ഞാൻ കണ്ട്. അപ്പൊ അവനെ ഞാൻ കണ്ടില്ല. അതുമല്ല, അങ്ങനെ എല്ലാവർക്കും പ്രേതങ്ങളെ കാണാൻ പറ്റൂല. എന്താ 3D കണ്ണാടി വെച്ചാലേ കാണാൻ പറ്റുള്ളൂ? അയ്യോ, അതല്ല, ചില നാളുകാർക്ക് മാത്രമേ പ്രേതങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഒന്നും പേടിക്കേണ്ട, ഇതിനൊക്കെ പരിഹാരമുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒരാഴ്ച ഈ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ ജോലി പോവില്ലേ? പഴയ പോലെ നല്ല ഉഷിരുള്ള SI പ്രഫുല്ലചന്ദ്രൻ ആവണ്ടേ? പിന്നെ ചേട്ടാ, പ്രശസ്തനായ മെന്റലിസ്റ്റ് ഡോക്ടർ സേവ്യർ ഡിസൂസയെ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ വരും. ദാ വന്നു കഴിഞ്ഞു. ചേട്ടനൊന്ന് റെഡി ആയിക്കേ. പിന്നെ എല്ലാം പറയണോട്ടോ. എനിക്കെന്താണ് വല്ല ഭ്രാന്താണോ കണ്ട മെന്റലിസ്റ്റിലേക്ക് കാണിക്കാൻ വേണ്ടി? അയ്യോ, ഇത് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആളല്ല. ഇതെന്ന് പറഞ്ഞ ഒരു മൈൻഡ് റീഡർ ആണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ അതിനെയൊക്കെ നല്ല പുഷ്പം പോലെ പറിച്ചെറിഞ്ഞ് ദൂരത്തോട്ടെറിയും. അതിനിടക്ക് നീ അയാളെ വിളിച്ച അയാൾ ഇപ്പൊ വരും. ചേട്ടൻ ഇവിടെ ഇരുന്നേ. നമസ്കാരം. എന്താന്ന് അറിയാൻ പാടില്ല ഡോക്ടറെ, എന്തോ പേടി കിട്ടിയിട്ടുണ്ട്. എന്തോ പിശാശോ എന്തോ പ്രേതബാധയോ എന്തോ ഉണ്ട്. ഡോക്ടർ ഒന്ന് കണ്ടുപിടിച്ചു തരണം. എന്താണ് ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്താണ്? ഞാൻ കാണാൻ പാടില്ലാത്ത ഇതൊക്കെ കണ്ട്. നമ്മൾ ഗവൺമെന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്ന സൈറ്റുകളുണ്ട്. രാത്രി നമ്മളവിടെ കയറരുത്. നമ്മളെ എത്ര മനസ്സ് നമ്മൾ അനുവദിച്ചാലും നമ്മൾ കയറരുത്. കേസാകും. എന്റെ പേര് 3 കേസ് കിടപ്പുണ്ട്. ഇതിന്റെ കേസല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാനേ പാതിരാക്ക് 12 മണിക്ക് ശേഷം വെള്ള സാരി കൊടുത്ത ഒരു സാധനത്തിനെ കണ്ടത്. അപ്പൊ രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുള്ള കറക്കുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. തന്റെ നാടെവിടെയെന്നാ പറഞ്ഞത്? എന്റെ നീലേശ്വരം. വെറുതെ അല്ല, എന്ത് ചോദിച്ചാലും ഒരു നീലമയത്തിലേക്ക് താൻ പോണത്. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോ വ്യക്തമായിട്ട് പറയാനേ. സാക്ഷാൽ യക്ഷിനെ ഞാൻ കണ്ടെന്ന്. രക്തമൊലിപ്പിച്ച് പല്ലുകൾ ഇങ്ങനെ നീട്ടി മുടി ഇത്ര മുട്ടറ്റം മുടിയായിട്ട് നിൽക്കണ വെള്ള സാരി കൊടുത്ത യക്ഷിനെ ഞാൻ നേരെ കണ്ടെന്ന്. ഡോക്ടറെ, കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന പൈശാച ശക്തിയെ പൈസ കൊടുത്താൽ നമുക്ക് വെളിയിലിറക്കാം. പൈസ എത്ര വേണമെങ്കിലും തരാൻ ഡോക്ടർ. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. കണ്ട പിശാചിനും പ്രേതത്തിനൊന്നും കൈക്കൂലി കൊടുത്തിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. 10 പൈസ ഞാൻ കൊടുക്കില്ല അതിന് വേണ്ടി. ഇത് അങ്ങനെ പ്രേതങ്ങൾക്കല്ല. ഇതൊരു നിങ്ങളുടെ ദേഹത്തേക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഒരു പൈശാച ശക്തിയാണ്. ആ ശക്തിയെ ഞാൻ തിരിച്ചെടുക്കാമെന്നാ പറഞ്ഞത്. പൈസ എത്ര വേണമെങ്കിലും തരാൻ ഡോക്ടറെ. ശരിക്കും പറഞ്ഞ എന്റെ ചേട്ടന് എന്താണ് ഇത്? ദ്വന്ദ്വ വ്യക്തിത്വമാണ്. ഏയ് ആണ്. ഒരിക്കലും അല്ല. അന്ധ വ്യക്തിത്വം അല്ല, പിന്നെ ദ്വന്ദ്വ വ്യക്തിത്വം. തന്തയുടെ കേസല്ലേ? തന്തയുടെ കേസല്ല. അയ്യോ, ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അയ്യോ, എന്റെ ദൈവമേ, എന്തോരം ബാധയാണ് എന്റെ ചേട്ടന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്.
മതി ഡോക്ടർ, ഇനി അധികം സംസാരിക്കല്ലേ. ഇനി ചേട്ടൻ അങ്ങ് ഉറക്കി കിടത്തിയിട്ട് മറ്റേ പരിപാടി ചെയ്യും. ഏത് പരിപാടി? എന്നെ ഉറക്കി കിട്ടിയിട്ട് എന്റെ കിഡ്നി ലിവർ കൊടുക്കാനുള്ള നടക്കൂലട്ടാ. അയ്യോ അതല്ലെന്ന്, പിന്നെ ഉറക്കി കിടത്തിയിട്ട് മറ്റേ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മറ്റേ അറിയുന്ന. എടി എന്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ നിഷ്കളങ്കനാണ്. പിന്നെ എന്ത് കാര്യത്തിലാണ്? നിഷ്കളങ്കനായിട്ട് നിങ്ങൾ ആളിലെ പോലെ വിറച്ചോണ്ടിരിക്കുന്നത് എന്തോ ഉണ്ട് ഡോക്ടറെ. ഞാൻ റെഡിയാക്കി തരാം. നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു ഭീതിയുണ്ട്. ആ സാധനം എന്താണെന്നുള്ളത് എനിക്ക് നമുക്ക് പിടിക്കാം. ഒരു മൈൻഡ് റീഡറിന് അത് എടുക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുഷ്പം പോലെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കണം, എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. അല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? പ്ലീസ് ഇട്ടോ. അവിടെ ഇരിക്കണോ? ആ, കൈകൾ നൂർത്ത് നോക്കൂ, കണ്ണുകൾ അടയ്ക്കൂ. ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്, സ്ലീപ്, സ്ലീപ്, സ്ലീപ്. റെഡി? ഡോക്ടറെ ചേട്ടൻ ഉറങ്ങി. എങ്ങോട്ടെങ്കിലും പോയാലോ? അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ? ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്. പിന്നെ ഡോക്ടറെ എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഏതാണ്? അത് പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങേരുടെ ശമ്പളം ഈ വീട്ടിലോട്ട് എത്തിയിട്ടില്ല. അത് എവിടെ പോയി അതെനിക്കറിയണം. ചോദിച്ചു, നേരിട്ട് ചോദിച്ചു. എന്ത് വേണമെങ്കിലും ചോദിച്ചു. നിങ്ങൾ ചോദിക്കുന്ന ഒത്തിന്റെ എല്ലാ കറക്റ്റ്. പുള്ളിക്ക് ഇനി കള്ളം പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ, ചോദിച്ചോട്ടെ. പ്രബുല്ലൻ ചേട്ടാ, ചേട്ടാ രമയാണ് രമ. പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ചേട്ടന് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ലേ? കിട്ടണുണ്ടായി. എന്നിട്ട് അതെവിടെ പോയി? അതെവിടെ പോയി? ആർക്ക് കൊടുത്തെന്ന്? സാലറി ജാസ്മിന് കൊടുത്ത്. ജാസ്മിനാ? ഏത് ജാസ്മിൻ? ഏതാ ഈ ജാസ്മിൻ എന്ന്? പോലീസ് സ്റ്റേഷന്റെ പടിഞ്ഞാറയിലുള്ളതേ, ആ ഇടവഴിയില്ലേ, അതിലേ പോകുമ്പോ കാണുന്ന ഫസ്റ്റ് വീട്ടിലെ ജാസ്മിൻ. വെള്ളാരം കണ്ണുള്ള, ഉരുളമുടിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടിയാണ് ജാസ്മിൻ. അവളാണ് അപ്പൊ നിങ്ങളുടെ മനസ്സ് നിറച്ചു? അല്ല, അവളേ അവക്ക് ഫേഷ്യൽ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ബ്യൂട്ടി പാർലറിൽ പോണോന്ന് പറഞ്ഞപ്പോ 2 മാസത്തെ ശമ്പളം ഞാൻ അങ്ങ് കൊടുത്ത്. അടുത്ത മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കട്ടെ? അതെന്തിന്? അവള് പെഡിക്യൂർ ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങക്ക് നാണം ഉണ്ടാ മനുഷ്യ? നിങ്ങളുടെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നോടൊരു തുള്ളി കൂറില്ലാതെ പോയല്ല. അവക്ക് നിങ്ങൾ പെഡിക്യൂർ കൊടുക്കും, പൈസ കൊടുക്കാൻ പോണല്ലേ? എനിക്ക് ഇനി ഒന്നും ചോദിക്കണ്ട. ഇങ്ങനെ ഉണർത്ത്, ഇങ്ങനെ ഉണർത്താൻ. യക്ഷി മർദ്ദയുടെ കാര്യം എനിക്കറിയണ്ട. അതെ, ഹലോ, കേക്കാലോ? അതായത് കള്ളനെയിട്ട് ഓടിച്ചപ്പോഴാണല്ലോ നിങ്ങൾ മതിലെടുത്ത് ചാടിയെന്ന് പറയുന്നത്. ഏത് കള്ളനായിട്ട് ആരും ഓടിച്ചു? നിങ്ങൾ അന്ന് രാത്രി 12 മണിക്ക് വെള്ളിയാഴ്ച കള്ളനായിട്ട് ഓടിച്ചില്ലേ? കള്ളനെ ഓടിച്ചല്ല, അത് ഞാൻ അവളോട് നോണ പറഞ്ഞു. അപ്പൊ എന്താണ് സംഭവം? ഞാനന്ന് ജാസ്മിന്റെ വീട്ടിൽ പോയതാണ്. ജാസ്മിന് പരിപ്പോടയും, മൊരിഞ്ഞ പരിപ്പോട, ചൂടൻ പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ 10 പരിപ്പോടയും മേടിച്ചോണ്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് വർത്താനം പറഞ്ഞ് രാത്രി ഒരു 10-12 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. ഇറങ്ങിയ മഞ്ഞ വഴിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ സാറ് പോലീസല്ലേ? പട്ടിക്കറിഞ്ഞൂടില്ല, ഞാൻ പോലീസാണ്. അത് എന്നെ നോക്കി കുരച്ച് ലാസ്റ്റ് എന്നെ ഓടിച്ചിട്ട് അങ്ങനെ ഓടി 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 ഞാനൊരു മതിലെടുത്ത് ആടിയപ്പോ അത് ശ്മശാനം വരുന്നു. അങ്ങനെ പറ്റിയതാണത്. അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇനി ഇങ്ങനെ മര്യാദ ഉണർത്തു ഡോക്ടറെ. ഐസ് ഓപ്പൺ, ഐസ് ഓപ്പൺ, വേക്കപ്പ്, വേക്കപ്പ്, ഐസ് ഓപ്പൺ. അങ്ങോട്ട് എഴുന്നേക്കാൻ. ഡോക്ടറെ ഓക്കെ ഇല്ലേ? ഞാൻ ഓക്കെ. എനിക്കിപ്പോ ഒരു ഉഷാറ് കിട്ടുന്നുണ്ട്. കൂളായില്ലേ? ഇടീ ഓക്കേടി. എന്റെ ഉള്ളിതല്ല എന്തോ ഒരു ചിറകടിച്ച് സാധനം അങ്ങോട്ട് പറന്നു പോയ പോലെ എനിക്ക് തോന്നണത് ബാധയിരുന്നാണ്. അതെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോയ ബാധ ആരാന്നറിയാമോ? ആരാണ്? ആ ജാസ്മിൻ. ജാസ്മിനാ? ഏത് ജാസ്മിൻ? ജാസ്മിൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? നിങ്ങളുടെ സ്റ്റേഷന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ ജാസ്മിൻ. 2 മാസമായിട്ട് നിങ്ങൾ സാലറി ഇവിടെ തരുന്നത് അവൾക്ക് നിങ്ങൾ ചമഞ്ഞൊരുങ്ങാനായിട്ട് ബ്യൂട്ടി പാർലറിൽ കൊടുത്തതാണല്ലേ? ഒരു മിനിറ്റ് നിർത്ത്. എന്ത് തണ്ടിത്തരൊക്കെ ഇടും എന്റെ ഭാര്യനോട് താൻ പറഞ്ഞു കൊടുത്താണ്. ഏതാണ് ഈ ജാസ്മിൻ? അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ അർജന്റ് അങ്ങേരെ അടിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ ബോധമില്ലാതെ വിളിച്ചു കൂടിയ കാര്യങ്ങൾ ഇതൊക്കെ. ആര് വിളിച്ചു കൂടി? നിങ്ങൾ തന്നെ. ഞാനാ? നിങ്ങൾ ഇവിടെ ബാങ്കിൽ കിടന്നപ്പോഴത്തേക്ക് ഡോക്ടറെ ഞാനും ചോദിച്ചപ്പോ നിങ്ങൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇനി നമ്മൾ തമ്മിൽ ജീവിക്കണമെന്ന്. ഇതിന് ഇനി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. എന്നോട് പറയണ്ട, ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാം. ഞാൻ ബോധമില്ലാത്ത ബോധം നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ജാസ്മിനായിട്ട് എനിക്കൊരു അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ട്രീറ്റ്മെന്റ് വളരെ സക്സസ് ആണ്. ബാധ ഒഴിഞ്ഞു പോയി. ബാധ ഒഴിഞ്ഞു പോണോ? ഏത് ബാധ? എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് എന്റെ പേയ്മെന്റ് എന്നാൽ എനിക്ക് പോകാമായിരുന്നു. അല്ല, ഏത് ബാധ ഒഴിഞ്ഞു പോയെന്ന്? ഇത്ര നാള് സാറിന്റെ തലയിലുണ്ടായിരുന്ന സാറിന്റെ ഭാര്യയില്ലേ, അത് ഒഴിഞ്ഞു പോയില്ലേ? അതാണ് ബാധ.
അപ്പൊ അതിന് ഞാൻ നിനക്ക് പേയ്മെന്റ് തന്നെ. എനിക്ക് പേയ്മെന്റ് തരണം. അയ്യോടെ തന്നേക്കാടാ.